എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. രാജ്യം ഇന്നലെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടെ ആഘോഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ടുണ്ടാകും. നിങ്ങളൊക്കെ അതിന്റെ ഭാഗവുമായിട്ടുണ്ടാകണം. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്ന്. അതിൽ ഗാന്ധിജിയുടെ പങ്ക് എത്രത്തോളം വലുതാണെന്നും നിങ്ങൾക്കറിയാം. എങ്കിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരത്തിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം? എന്തുകൊണ്ടാണ് ഗാന്ധിജി ഈ ഒരു വർഷത്തിൽ മാത്രം ഇത്രയും കാര്യമായ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും അല്ലെ? അപ്പൊ അതിനാദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഗാന്ധിജി 1869 ഒക്ടോബർ 2 ജനിക്കുന്നത്. എന്നിട്ടും 1917 ഗാന്ധിജിയുടെ സജീവമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജി തന്റെ ആദ്യ സത്യാഗ്രഹ സമരം നടത്തുന്നത്. എന്തുകൊണ്ടാണ്? ഗാന്ധിജി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും വക്കീലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലിയും ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു. അപ്പൊ ഗാന്ധിജി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. ഗാന്ധിജി 1915 ജനുവരി 9 ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് തന്നെ ആ ദിവസമാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ സമരരീതി മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. ഗാന്ധിജിയുടെ സമരരീതി സത്യാഗ്രഹ സമരരീതിയായിരുന്നു. അതായത് സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് അഹിംസയെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സമരരീതികളെല്ലാം തന്നെ. അപ്പൊ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ചോദിക്കുന്നവർക്കായിട്ട്, ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു കർഷക സമരമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർഷകർ സമരം ചെയ്തത്? നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് കൃഷി ചെയ്യുന്ന ആളുകളുടെ ഒരു തീരുമാനമായിരുന്നു നമ്മൾ എന്ത് വിള കൃഷി ചെയ്യണം എന്നുള്ളത്. പക്ഷേ ബ്രിട്ടീഷുകാര് അവരുടെ വലിയ വലിയ തോട്ടങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ തോട്ടങ്ങൾ വിലക്ക് വാങ്ങിയതിനു ശേഷം കർഷകരോട് എന്ത് വിളയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ കർഷകരോട് നീലം കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നോക്കിക്കോ, ഗ്രാമത്തിലെ കർഷകരോട് തോട്ടമുടമകളായ ബ്രിട്ടീഷുകാർ അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറെ ഭാഗത്ത് നീലം കൃഷി ചെയ്യുവാനും ബ്രിട്ടീഷുകാരായിട്ടുള്ള തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും നിർബന്ധിച്ചു. അപ്പോൾ നമ്മുടെ കർഷകരെ ബ്രിട്ടീഷുകാരിങ്ങനെ വളരെയധികം ഫോഴ്സ് ചെയ്യാണ് എന്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ഇൻട്രൊഡ്യൂസ് ദം ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ. അപ്പൊ ഇൻഡിഗോ, നീലം എന്ന് പറയുന്ന ഈ ഒരു വിള അവർക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരു വിളയല്ല. മാത്രമല്ല ആ വിള എന്ത് ചെയ്യണം? നമ്മുടെ ബ്രിട്ടീഷുകാര് പറയുന്ന പൈസയ്ക്ക് അവർക്ക് വിൽക്കുകയും വേണം. അപ്പൊ അത് തീർച്ചയായിട്ടും കർഷകർക്ക് വലിയൊരു നഷ്ടമല്ലേ? തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമാണ്. സോ ആസ് എ റിസൾട്ട് ദ ഫാമേഴ്സ് ഫെൽ ഇൻടു എ ഹ്യൂജ് ഡെപ്റ്റ് ട്രാപ്പ്. നോയിങ് ദിസ്, ഗാന്ധിജി ഇന്റർവെന്റഡ് ഇൻ ദ അജിറ്റേഷൻ ആൻഡ് സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഫാമേഴ്സ് ത്രൂ സത്യാഗ്രഹ. അങ്ങനെ ഗാന്ധിജി ഈ കർഷകർക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചു. അവർക്ക് വേണ്ടിയിട്ട് സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചു. അങ്ങനെ ഒടുവിൽ ഗാന്ധിജി അവർക്ക് വേണ്ടിയിട്ട് വിജയം നേടിയെടുക്കുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ. അതിനുശേഷം നിരവധി സത്യാഗ്രഹ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. ഖേദ സമരത്തെക്കുറിച്ചും അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സമരങ്ങളെ കുറിച്ചുകൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും എന്നുള്ളത് വളരെയധികം ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സമരങ്ങൾ ഏത് ജില്ലയിലാണ് നടന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് നടന്നത് എന്നൊക്കെ ഓർത്തു വെക്കണം. ചമ്പാരൻ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഖേദ എവിടെയാണ്, നിങ്ങളുടെ പോലെ തന്നെ അഹമ്മദാബാദ് എവിടെയാണ്, ഇതൊക്കെ നിങ്ങൾ LSSന് തയ്യാറെടുക്കുന്ന മക്കള് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.